ഹായ് ഹലോ വീനക്ക് ഡിസൈനാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുർത്തീസിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഡിസൈനാണ് ഇത്. നമ്മൾ ചെയ്തിരിക്കുന്നത് ബീഡ് സ്റ്റിച്ച് വച്ചാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ബീഡ് സ്റ്റിച്ചിൻ്റെ ഇടയിലും നമ്മൾ ബീഡ്സ് വെച്ചാണ് ഒരു വൈറ്റ് ബീഡ്സും ഒരു ഗോൾഡൻ ബീഡ്സും വെച്ചാണ് ഇടയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ത്രെഡ് ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തതിൻ്റെ ഇടയിൽ കൂടി ത്രെഡ് എടുത്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കണം. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവറാണ്. ഫ്ലവറിൻ്റെ ലീഫിൽ നമ്മൾ ത്രെഡ് എടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഫ്ലവറിന് ചുറ്റുമായിട്ട് ത്രെഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലവറിൻ്റെ നടുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ നടുക്കായിട്ടൊരു ബീഡും കൂടെ വെച്ച് കൊടുക്കുമ്പം അതൊരു ഫ്ലവറായിട്ട് കിട്ടും. അടുത്ത സ്റ്റിച്ച് ലീഫാണ്. ലീഫിൽ നമ്മൾ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് കളറിലുള്ള കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. ഓരോ ത്രെഡിൽ 4 ബീഡ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇവിടെ ഇതേപോലെ 4 ബീഡ് സ്റ്റിച്ച് വെച്ച് ചരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളി ലീഫായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ അടുത്ത ലീഫും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയിലെ ഈ സ്റ്റെമ്മിൽ നമ്മൾ ബീഡാണ് വെച്ചിരിക്കുന്നത്. ഗ്രീൻ കളറിൻ്റെ കട്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇടയിലായിട്ട് ഇങ്ങനെ ലൈനിലായിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് പോലെ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതാണ് ഒരു ഫ്ലവറാണ്. ഈ ഫ്ലവറിൽ നമ്മൾ റണ്ണ് സ്റ്റിച്ച് മാതിരിയാണ് ചെയ്തിരിക്കുന്നത്. റണ്ണ് സ്റ്റിച്ച് പോലെ നമ്മളൊരു ഫ്ലവർ ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് നടുക്കൊരു ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അടുത്ത ഫ്ലവറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അതിനിടയിൽ ലീഫ്, അതിനിടയിൽ അതുപോലെ ഷുഗർ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബീനെക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ